ആദ്യമേ നമുക്ക് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, കമോൺ. ഓക്കെ, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ, പോളിനോമിയൽസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 ഈസ് നോൺ ആസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നേ, നമ്മൾ ഇതുവരെ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം, 1-2 ഇക്വേഷൻസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 1-2 ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എക്സ് പ്ലസ് 4 ഈക്വൽ ടു, ഓക്കെ, then again വേറൊരെണ്ണം എഴുതുകയാണ്, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 2 ഈക്വൽ 0. വേറൊന്നും എഴുതാം, എക്സ് ക്യൂബ് പ്ലസ് 3x ഈക്വൽ 4. അപ്പം ഞാൻ 3 ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലേ. ഇതിനകത്ത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു പോളിനോമിയൽ ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന്, അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ 3 ഇക്വേഷൻസിൻ്റെയും ഡിഗ്രിനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡിഗ്രി എഴുതുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നേക്കുന്ന വേരിയബിൾ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ എക്സ് ആണ്, എല്ലാത്തിലും എക്സ് തന്നെയാണ് വേരിയബിൾ അല്ലേ, അതിൽ മാറ്റമൊന്നുമില്ല. ഇതിന് പകരം വൈകി എഴുതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും എക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ ഹയസ്റ്റ് പവർ, അതായത് എക്സിൻ്റെ ടേംസിൽ വരുന്ന പവേഴ്സില്ലേ, അതിലെ ഏറ്റവും വലുത്. ഇപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ, ഇവിടെ ആകെ ഒറ്റൊരു എക്സ് അല്ലേ ഉള്ളൂ. ഈ എക്സിൻ്റെ പവർ അവിടെ ഒന്നും ഇല്ല, ദാറ്റ് ഈസ് അവിടെ എത്രയാണ്? 1 ആണല്ലേ. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ്റെ കേസിൽ ഡിഗ്രി എത്രയാണ്? 1 ആണ്. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. ഇവിടെ 2 സ്ഥലത്തുണ്ട് എക്സ്. ഇവിടെ എക്സിൻ്റെ പവർ എത്രയാ? 2 ആണ്. ഇവിടെ എത്രയാ എക്സിൻ്റെ പവർ? 1 ആണ്. ഇതിൽ വലിയ വാല്യൂ എത്രയാണ്? 2 ആണോ 1 ആണോ വലുത്? 2 ആണ്. സോ ഈ ഇക്വേഷൻ്റെ ഡിഗ്രി എത്രയാണ്? 2. അതായത് നമ്മൾ പറഞ്ഞിരുന്ന എത്രയേ ഉള്ളൂ, ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ നോക്കുക.